कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं Hi guys, welcome back to Shakishan's YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ അമ്മയെ കാണിച്ചു തരാം കേട്ടോ. എന്താ വേറെ ഉപ്മാവേ ഉള്ളൂ അമ്മേ? ചൂടാവി വറക്കുന്നു പഴംപുഴി ജീവിതം. കളികാവ് വരെ പോകാണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന്. കണ്ടോ കാറ്റ് കണ്ടോ? അവിടെയൊക്കെ മേലേക്ക് അടിപൊളി കാറ്റ് കിടന്നിട്ടുണ്ട്. എൻ്റെ ഈ ബേബി ഹാസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ബ്രഷ് ചെയ്യട്ടോ പോയിട്ട്. കണ്ടോ അവനെല്ലാം കളിയാക്കിയിട്ട് പോകണാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലേ. പുറത്ത് പോയിട്ട് പല്ലേക്കണെങ്കിൽ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്ത് വരാം. അപ്പോൾ കഴിച്ച് ഞാൻ പല്ലിച്ച് കൊള്ളാമല്ലേ. അപ്പം ഇതുവരെ എഴുന്നേക്കാത്തവർക്കും ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞ് 7 ആയി. സൂര്യനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതുവരെ ഉണരാത്തവർക്ക് കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതയെ എഴുന്നേക്കൂ ഉപഭോക്താവേ എഴുന്നേക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ഓടണം. ഇനി കുളിക്കാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പുഴു ഇരിക്കുന്നുണ്ടല്ലേ, അതാണ് എൻ്റെ രാവിലത്തെ അവസ്ഥ. അപ്പം ഇനി ഒരു തോർത്തൊക്കെ എൻ്റെ അമ്മ ആദ്യം തന്നു. ഇനി ഒരു 15 മിനിറ്റ്സ് കുളിക്കാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ പോട്ടെ. ഞാൻ അവിടെ ഒന്നും പോയിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പോയി വന്നിട്ട് ബാക്കി ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാം. ഓക്കെ, ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ. ഡ്രസ്സൊക്കെ മാറി. ഇനി എന്താ ലഞ്ച് ആവാനുള്ള കുറച്ച് പരിപാടി ഉണ്ട്. ഒരു കുളം കാണിച്ചുതരാം. കുളം കുഞ്ഞി കുളം കേട്ടോ. ഞാൻ ഇവിടുന്നാണ് ആദ്യം നീന്തൽ പഠിക്കണേ. വവ്വാൽ എന്നെ എന്നാക്കിയിട്ട് വിളിക്കണു. ഇതാരോ ഫുട് പ്രിൻ്റ് ഉണ്ടല്ലോ. ഓയ്യോ, അവിടെയൊക്കെ മീനുകളുണ്ട്. അതാണ് ഇവിടുന്നാണ് ഉറവ വരുന്നത്. അവിടെ ഒരു വലിയൊരു കിണറുണ്ട് ആ സൈഡിൽ. ഇതിലൊക്കെ മീനുണ്ട് കേട്ടോ. ചളീനകത്ത് പൂണ്ട് കിടക്കുന്നുണ്ട് ആശാന്മാർ. ഇവിടെ നല്ല ചളിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടും വേഴ്സ് ചളിയാണ്. എനിക്ക് അമ്മേൻ്റെ വീട്ടിൽ വരാൻ അപ്പം ഇത് കണ്ടില്ലേ, കുളമാണ്. അപ്പം ഇത് കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പം അമ്മേൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇവിടെ കാറ്റ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല തണുപ്പ്, അങ്ങനെ ഭയങ്കര രസമാണ്. അപ്പം എന്താണ്, എനിക്കിവിടുന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എനിക്കെന്താണ് ഇവിടെ വരുമ്പോൾ ഒത്തിരി ഓർമ്മകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. എന്താണ്, കാട്, മല, കുന്ന്, നല്ല നല്ല ഫ്രൂട്ട്സ്. ഈ വീടിൻ്റെ താഴെ തന്നെ ഒരു തോടുണ്ട് കേട്ടോ. അവിടേക്ക് ഇറങ്ങാൻ കുറച്ച് റിസ്ക്കാണ്, പക്ഷെ റിസ്ക് എടുക്കണമല്ലോ, എന്നാലേ കാണാൻ പറ്റും. ഇതാണ് കുത്തനെയുള്ള ഇറക്കാണ്. മണ്ണിടിഞ്ഞാൽ ഞാൻ മൂഞ്ചി. കേൾക്കണ്ടോ ശബ്ദം? കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാം ഇട്ടേ. ശബ്ദം കേൾക്കാവോ? ഫ്രണ്ട് ക്യാം ഇട്ടുതരാം. ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു വലിയ തോട്ടിലേക്ക് എത്തും. ഇവിടുന്ന് അങ്ങോട്ട് നിറച്ച് അതാണ്, ഇതുണ്ടോ മഞ്ഞ കളർ ഫ്ലവേഴ്സാണ്. ഇതുണ്ടോ ഇത്രയും നല്ല ക്ലിയർ വാട്ടറാണ്. കണ്ടോ, നല്ല തണുപ്പുണ്ട്. മീനൊക്കെ വരുന്നുണ്ട്. അയ്യോ അതിന് കിട്ടൂല, നാശം പോവും. അയ്യോ, വേറെ 2-3-4 മലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 ആൾക്കാരൊന്നും ആയിട്ട് പോകാൻ പറ്റില്ല. അതിന് എന്തോ ആൾക്കാരോ ഫോറസ്റ്റ് ഗാർഡോ എന്തൊക്കെയോ വേണം. എന്താണ് പുലി, ആന ഒക്കെ ഇറങ്ങുന്ന സ്ഥലം. അപ്പോൾ അവിടുത്തെ
ആദിവാസികൾ അവർ വീടിൻ്റെ ചുറ്റും എന്താ ഇലക്ട്രിക് കമ്പിയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിർഗിക്കുന്നില്ല, ഞാൻ പോട്ടെ. അപ്പോൾ ഈ ഫുഡായിട്ടുണ്ടാവും അവിടെ. ഞാൻ ഇവിടെ എന്താണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അമ്മ ഒക്കെ അവിടെ തപ്പുന്നുണ്ടാവും, കാരണം എൻ്റെ കൂടെ ആരുമില്ല. പിന്നെ അമ്മ പാപ്പയും പറഞ്ഞു ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. അപ്പം ഞാൻ ധിക്കരിച്ച് പോകുന്നതാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ, വല്ല പുലി എങ്ങാനും എന്നെ തിന്നിട്ടാലോ. എൻ്റെ നഖവും തോലും മാത്രം, സോറി നഖവും എല്ലും അല്ലേ, ആ നഖവും എല്ലും മാത്രം അവർക്ക് കിട്ടുള്ളൂ. ശബ്ദം കേട്ടോ, അയ്യോ ഈശ്വര. ഇവിടെ കേരള കുറച്ച് ടാസ്ക്കാണ്. ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് വരും. എന്താണോ കാപ്പി ഉണ്ടോ? ഇത് കാപ്പിയുണ്ട്. അവിടെ ഇതാ അവിടെ കുറേ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുറേ കുരുമുളകും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മുന്നേ ഞാൻ ഒരു ട്രക്കിംഗ് വീഡിയോ പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൂടെ പോയിരുന്ന സ്ഥലമാണിത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് കടയി, നമുക്ക് ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം നല്ല നരിയോ പുലിയോ പിന്നെ കാട്ടുപന്നികളെ ഇറങ്ങും കേട്ടോ. അതുപോലെ ആന, കുരങ്ങനൊക്കെ ഇറങ്ങും, മയിലൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്തോറും കണ്ടോ അവിടെയൊക്കെ ഇരുട്ടാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ച് വരലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ സംഭവമാണ് നെടുമ്പര എന്ന് പറയും കേട്ടോ. ഈ വിറകൊക്കെ കെട്ടി തൂക്കി വെച്ചേക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ തോട്ടത്തിലൊക്കെ പണിക്ക് വരുന്ന ആൾക്കാർ ഫുഡൊക്കെ കുക്ക് ചെയ്ത്, പണ്ട് ഇപ്പോൾ അത് വിറക് വരെ ആക്കിയിട്ട് മാറ്റി, പണ്ട് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്ഥലമായിരുന്നു. കാരണം ഇത് ഇത്രയും ഏക്കർ കണക്കിന് അവിടെയൊക്കെ മുത്തശ്ശൻ്റെ സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ പണിയെടുക്കാനും ടാപ്പിക്കിന് വരുന്നതും, അതുപോലെ അടയ്ക്ക ഇടാൻ വരുന്നില്ലേ, എന്താ പറയുക, അടയ്ക്ക വലിക്കാൻ വരില്ലേ, അതുമാതിരി തേങ്ങ വലിക്കാൻ വരുന്ന ആൾക്കാർ, അങ്ങനത്തെ ഓരോരോ പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇവിടുന്നായിരുന്നു. തോട്ടത്തിൽ പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇവിടുന്നായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ പഴക്കമുണ്ട് ഇതിന് കണ്ടോ, സ്റ്റെപ്പൊക്കെ കൊടുത്ത് ഇതിങ്ങനെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് അമ്മയുടെ വീട്ടിൽ ഇപ്പോൾ ഈ റോഡില്ലേ, ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഗ്രേസ് ഏച്ചി എന്ന് പറഞ്ഞിട്ട്, ഗ്രേസ് ഏച്ചി ജോണി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് ഈ റംബൂട്ടാൻ, ജാതിക്ക അങ്ങനത്തെ കുറേ പ്ലാന്റേഷൻസും നഴ്സറിയൊക്കെ ഉണ്ട് അവർക്കിവിടെ. അപ്പോൾ നഴ്സറി ഒന്നും ഇപ്പോൾ പോയി കാണിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മളോട് ആ റൂട്ട് പോയപ്പോൾ പറഞ്ഞു റംബൂട്ടാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സല്ല, ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോട്ടെ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. മതി ആൻറ്റി, മതി മതി മതി. ഈ വവ്വാല് കഴിക്കില്ലേ? ആ വവ്വാലേട്ടൻ കഴിക്കും. വവ്വാലേട്ടൻ ഉണ്ടോ, നമുക്ക് ഇത്ര കിട്ടി. ഇവിടെ വരുമ്പോഴേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. മതി ആൻറ്റി മതി, അത് പറിക്കണ്ട, അവിടെ നിന്നോട്ടെ. ആൻറ്റി ഇപ്പൊ ഇനിയും പറിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് കഴിച്ചു നോക്കാം എന്താ അവസ്ഥ. എനിക്ക് ഒരൊറ്റ കയ്യല്ലേ ഉള്ളൂ. കയ്പ് ദൈവമേ. അമ്മ ഇതിന്റെ തൊലി ഒടുക്കത്തെ കയ്പാണല്ലേ, ഇത് പൊട്ടിക്കാൻ പറ്റില്ലേ? ഞാൻ വീഡിയോ എടുക്കല്ലേ, ഒന്ന് പൊട്ടിച്ചു തരാമോ? അമ്മയ്ക്ക് പണി എടുക്കാം. ഉറുമ്പാണ് കാരണം അത് അവർ ആ കവറിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഇതിന്റെ ഉള്ളിൽ നിറച്ചുറുമ്പുണ്ട് കണ്ടോ, ഓടി കളിക്കുന്നുണ്ടോ, ഉള്ളി കളിക്കുന്ന കുഞ്ഞുറുമ്പ്. ടേസ്റ്റ് ഒരു സാധനം തരാം. ഓ അവനെ പെണ്ണാണോ വന്നാരിയാ, ഇങ്ങോട്ട് വാ. ഞാൻ കഴിച്ചു, നല്ല മധുരം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി കൊടുത്തു നോക്കാം. ഓക്കെ അച്ഛാ, റംബൂട്ടാൻ അച്ഛോ ഞാൻ പൊളിച്ചത്. അമ്മ ഒന്ന് പൊളിച്ചു കൊടുക്കും, അച്ഛനൊന്ന് പൊളിച്ചു കൊടുക്കടാ. ഇതാരുടെയാ, ആരാ തിന്നാത്ത? അമ്മയ്ക്ക് ഞാൻ തിന്നാൻ തന്നല്ലേ അമ്മയെ, ഞാൻ തിന്നോണ്ട് ചോറായിക്കൊണ്ടിരിക്കുന്നു. എന്താ സാമ്പാർ അമ്മായി? സാമ്പാർ. അടുക്കളയിൽ തകൃതിയായിട്ട് അമ്മായി, അമ്മ എവിടെയോ പോയി, ചൂലൊക്കെ ആയിട്ട് എവിടെയോ പോയിട്ടുണ്ട് അല്ലേ. അത് അടിച്ചുവാരൽ പ്രാന്തിയാണ് അമ്മായി. അപ്പൊ സാമ്പാറിനൊക്കെ കഷ്ണം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ഉപ്പേരിക്ക് എന്താ? കേബേജും ക്യാരറ്റും അല്ലേ? കേബേജും ക്യാരറ്റും ആണ്. എനിക്ക് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ഈ ആന്റിയുടെ വീട്ടിൽ നിന്നാണ് ആന്റി എനിക്ക് പറിച്ചു തന്നതാണ് റംബൂട്ടാൻ. ഓക്കെ, കേബേജും ക്യാരറ്റും തോരൻ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ
ഉണ്ട് സാമ്പാർ, പപ്പട് ഹേ, എന്താണ് അച്ചാർ, അഞ്ചോളം തൈര് ഇവിടെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ റെഡിയാണ്. അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ആദ്യം ഇവർക്കൊക്കെ കൊടുത്തു. മുത്തശ്ശനും പപ്പയും രണ്ടച്ഛന്മാരിരുന്ന് ഖട്ട് 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 കഴിക്കുന്നു. ആ ചായിരിക്കാം. അപ്പൊ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഞങ്ങളപ്പം കാളികാവ് അമ്പലത്തിൽ പോവാട്ടോ. ഞങ്ങളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടാക്കുന്ന അങ്കിളുണ്ടോ, കുഞ്ഞാനങ്കിൾ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴട്ടെ കേട്ടോ. കയറാൻ പോകും. അപ്പോൾ കാണാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടോ. ഇതിപ്പോൾ നാഗത്തറേൻ്റെ അടുത്ത് വന്നതാണ് അമ്മ. അമ്മയ്ക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും നൊസ്റ്റാൾജിക് മൊമെന്റ് ഷെയർ ചെയ്യാനുണ്ടോ? ഡാൻസും പാട്ടും. ഇവിടെയാണ് സ്റ്റേജ്. ഞാൻ ആദ്യമായിട്ട് തേടി വരും കണ്ണുകളിൽ ആ പാട്ട് പാടിയത് ഇവിടെയാണ്. അമ്മേൻ്റെ അനുഭവങ്ങൾ പറഞ്ഞോ. ഇതാണ് കുറച്ചുകൂടി നല്ല ഫ്രെയിം. അമ്മ അനുഭവങ്ങൾ പറയാ. കല്യാണം കഴിഞ്ഞത് പറ. പപ്പ ഇവിടെ തലയിലായത് പറ. അമ്മയുടെ കല്യാണം കഴിഞ്ഞത് ഇവിടെ ആയിരുന്നു. ഇവിടെ ദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ. അമ്മേനെ ഡാൻസും പാട്ടും. അമ്മ കുറെ ചീമുട്ട, തക്കാളി, അമ്പലത്തിനായതുകൊണ്ട് മുട്ട പ്രതീക്ഷിക്കണ്ട. അമ്മയ്ക്ക് കുറെ തക്കാളി, ഉള്ളി, ചെരുപ്പൊക്കെ അമ്മ ഇഷ്ടം പോലെ. അന്ന് പിന്നെ അടുത്ത ദിവസം അമ്മ എന്താ ചെയ്യാ, കടയിൽ കൊണ്ടേ കൊടുക്കുക ചെയ്യാം. നമുക്ക് അതിന്റെ അത് പൈസ കിട്ടിയിട്ട് അമ്മ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്നു. നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്തൊക്കെയാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അതിന്റെ മുന്നേ ഇവിടെ ചേച്ചീൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊന്ന് പോകണം. അപ്പം വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം. ഇവനെ വീഡിയോ എടുക്കണം പറഞ്ഞിട്ട്. I love you December. പോയി വന്ന വരുത്താണ് കേട്ടോ. അമ്മ അവിടെ തന്നെ ഇരിക്കുന്നു, അച്ഛൻ അവിടെ, അമ്മായി ഇതാ അകത്തുണ്ട്, പപ്പ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം കണ്ടോ ഈ പെണ്ണിന്റെ ഒരു കളി. ഞാൻ ഇതൊക്കെ കൊടുക്കും. അമ്മായിക്ക് ദേഷ്യാണ്. അപ്പൊ അതൊക്കെയാണ് ഗൈസ് എൻ്റെ അമ്മയുടെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദിസ് ഇസ് നോട്ട് എ ബിഗ് കണ്ടന്റ്. ഇത് അത്ര വലിയ സംഭവം കണ്ടന്റ് ഒന്നും അല്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലുള്ളതുകൊണ്ട് ഈ ഒരു കണ്ടന്റ് അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കസിൻസിൽ അബി മാത്രമേ ഉള്ളൂ. അബി ഇതാ മേലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് എൻ്റെ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യൂ. നെക്സ്റ്റ് മൺഡേ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ദിസ് ഇസ് ദൃശ്യ കൃഷ്ണൻ സൈനിങ് ഓഫ് ഗൈസ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.